ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ദേഷ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും ദേഷ്യം വരും, എനിക്കും വരും, നിങ്ങൾക്കും വരും, എല്ലാവർക്കും ദേഷ്യം വരും. പക്ഷെ ഈ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അത് ചില സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് എന്താ പറയുക, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ദേഷ്യം വന്ന് നിങ്ങൾക്ക് ഒരാൾ നെഗറ്റീവായി തോന്നി അവരോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദേഷ്യം അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. കാരണം ഒരു ദേഷ്യം കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് ആഫ്റ്റർ എഫക്റ്റ് നമുക്കതൊരു കുറ്റബോധമായിട്ട് തന്നെ ഇരിക്കുള്ളൂ. പകരം ആ ദേഷ്യത്തെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതേപോലെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. ഈ ഒരു മൊമെൻറ്റിലൊക്കെ പൊട്ടിപ്പോകും, നമ്മളൊക്കെ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ആ മൊമെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ദേഷ്യം പിടിച്ചു വെച്ചിട്ട് പിന്നീട് നമ്മൾ ചിലപ്പോൾ ഒരു മൈന്യൂട്ട് കാര്യത്തിനാണ് നമ്മൾ പൊട്ടിത്തെറിക്കുക, ഭയങ്കര ദേഷ്യമാവും. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ കൺഫ്യൂസ് ആവും, നമ്മൾ ശരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്ര ദേഷ്യപ്പെട്ടത്. കാരണം നമ്മൾ ദേഷ്യം എത്രത്തോളം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്നൊക്കെ നമുക്കറിയാം, പക്ഷേ ഓപ്പോസിറ്റുള്ളവർക്ക് അറിയില്ല. അപ്പോൾ ശരിക്കും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റും. അത് ചെറുതായ രീതിയിലായാലും അല്ലെങ്കിൽ എന്ത് റീസണാണോ ആ റീസൺ ആളോട് പറയാൻ പറ്റാച്ച ആളോട് പറയുക. അല്ലെങ്കിൽ ഒന്നും നമ്മൾ പറയില്ല, നമ്മൾ ആ ദേഷ്യത്തിന് ആ ഒരു മൊമെൻറ്റിൽ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം ആ ദേഷ്യം ഉള്ളിൽ തന്നെ കൊണ്ടു നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് പ്രശ്നമാവും. പിന്നെ ചില മറ്റേ ഫഹദ് ഫാസിൽ സിനിമയിൽ പറയുന്ന പോലെ ദേഷ്യം വരുന്ന സമയത്തൊക്കെ ഞാൻ എടുക്കുന്ന ഡിസിഷൻസൊക്കെ അപ്പോൾ ഭയങ്കര കറക്റ്റായിരിക്കും. എനിക്കത് അത്ര അക്യുറേറ്റ് ആണെന്ന് അറിയില്ല, അതൊരു നമ്മളൊരു ഫിക്ഷനാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ വിചാരിക്കുന്നത് ദേഷ്യം വരുന്ന സമയത്ത് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് വരും, അതൊരു പോയിന്റ് തന്നെയാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു നമ്മൾ ആ ദേഷ്യത്തിൽ ഇനി എല്ലാം ശരിയായി ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ വാശിക്ക് എല്ലാം ചെയ്യുന്നത് അതൊക്കെ. ബട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അത് ചില സമയത്ത് പാടാം. കാരണം നമ്മൾ ദേഷ്യത്തിലാണ് അപ്പോഴത്തെ ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷൻ ചിലപ്പോൾ ഭാവിയിലായിരിക്കും, ചിലപ്പോൾ അപ്പം നമുക്ക് ശരിയാന്ന് തോന്നും, പക്ഷെ പിന്നീട് അതൊരു തെറ്റാന്ന് നമുക്ക് ഭാവിയിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ എന്താ പറയുക ചുറ്റുവട്ടമൊക്കെ ഒന്ന് ആലോചിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ലോജിക്കലി കുറേ കാര്യങ്ങൾ ചിന്തിക്കാണ്ട് നമുക്ക് ഒറ്റ മൈൻഡിലൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു മെച്യൂറായ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത് ശരിയായ കാര്യമല്ല. ഒറ്റ മൈൻഡിൽ ഇറങ്ങുക, ഒറ്റ മൈൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു എന്താ പറയുക ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു എന്താ പറയുക നമ്മുടെ ആ മൈൻഡ് സെറ്റ് ഓവർ തിങ്കിങ് പാടില്ല, ബട്ട് നമ്മളെപ്പോഴും ഒരു ഐഡിയോളജി വെക്കണം. എന്താ പറയുക, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത ലക്ഷ്യം എന്താണെന്നുള്ള ഒരു ആ ചിന്താഗതിയില്ലേ, ആ ചിന്താഗതി കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാണ്ട് പിന്നെ നമ്മൾ വെറുതെ ഒറ്റമല്ല പിന്നെ ഒറ്റമയില് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു പെട്ടെന്ന് നമുക്ക് തോന്നുക എന്താ ചെയ്യാമെന്ന് തോന്നുക. അവിടെ എല്ലാ കാര്യം നമ്മൾ ചിന്തിക്കുക, ഒന്നുകിൽ അത് ഓവർകം ചെയ്യാനുള്ള ചെയ്യുക അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചിന്തിക്കുക. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എടുക്കണേക്കാട്ട് മുമ്പ് നമ്മൾ ഒന്ന് 2 മിനിറ്റ് രണ്ടായിട്ട് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിച്ചു നോക്കുക, ഇത് നമ്മൾ ചെയ്യണം ഇപ്പോൾ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവും എന്നുള്ളൊരു ചെറിയൊരു തോട്ട്. ആ തോട്ട് എടുക്കുക, എന്നിട്ട് ബുദ്ധിപരമായ ഒരു തീരുമാനം തന്നെ എടുക്കുക. അത് നമുക്ക് ലൈഫിൽ ഗുണം ചെയ്യും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.